എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ച സംഭവത്തിൽ പ്രതികളെ ഇതുവരെ പിടികൂടാത്തതിൽ ആക്ഷേപം. V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തതിന് പിന്നാലെയായിരുന്നു അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം ലഭിച്ചിട്ട് പോലും പോലീസ് മെല്ലെപ്പോക്ക് തുടരുന്നുവെന്നാണ് ആക്ഷേപം. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുണ്ട്. ഫെലിക്സ്, അന്ന് ആ സംഭവത്തിന് ശേഷം അത് വാർത്തയായതാണ്, പക്ഷേ ഒരു നടപടികളും പോലീസ് എടുക്കുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിൽ പ്രതീക്ഷിക്കുകയും വേണ്ട, അല്ലേ? V കുഞ്ഞികൃഷ്ണൻ അനുകൂലിക്കുന്ന ഒരാളുടെ ബൈക്ക് നേരത്തെ കത്തിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പുസ്തക പ്രകാശനം നടത്തിയ, പുസ്തകം ഏറ്റുവാങ്ങിയ VS അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത്. ഇതിപ്പോൾ ഫെബ്രുവരി 19 ഈ സംഭവം നടക്കുന്നത്. ഇന്നിപ്പോൾ 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ പ്രതി ആരെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അതിലൊരു മെല്ലപ്പോക്ക് ആസൂത്രിതമായി മനഃപൂർവ്വം നടക്കുന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഇത് സംബന്ധിച്ച് CCTV പരിശോധിച്ചാൽ ആരാണ് ആ സമയത്ത് അവിടെ എത്തിയതെന്ന് കണ്ടെത്താൻ കഴിയും. പല വീടുകളിലും CCTV ഉണ്ട്, റോഡിന് സമീപത്തുള്ള വീടുകളിലും കെട്ടിടങ്ങളിലും CCTV ഉണ്ട്. പക്ഷേ ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ VS അനിൽകുമാറിന്റെ എതിർവശത്തുള്ള ഒരു വീട്, ആ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിലൊരു ബൈക്കിൽ 1 മണിക്ക് ഒരാൾ പോകുന്നത് കാണുന്നുണ്ട്. അത് ആരുടെ ബൈക്കാണ്, അതിലുണ്ടായിരുന്നത് ആരാണ് എന്ന് കണ്ടെത്താൻ പോലും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം V കുഞ്ഞികൃഷ്ണൻ തന്നെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി DYSPയുമായി അടക്കം സംസാരിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് SIT രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതുവരെയും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ആരാണ് റീത്ത് വെച്ചതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനമായും ഉയരുന്ന ആക്ഷേപം, CCTV ദൃശ്യം പരിശോധിച്ചാൽ ആ പരിസരത്തെ CCTVകളിൽ ആരാണ് ബൈക്കിലെത്തിയെന്ന് കണ്ടെത്താൻ കഴിയും. അതിന് പോലും ഒരു ശ്രമം പോലീസ് നടത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം.